ചികിത്സയിലുള്ളവർക്കും കൂട്ടിരിപ്പുകാർക്കും മാനസികോല്ലാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ ഒപ്പം സായന സാന്ത്വനം തുടരുന്നു. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലാണ് സായന സാന്ത്വനത്തിന്റെ 7ാം ഭാഗം സംഘടിപ്പിച്ചത്. ചികിത്സയിലുള്ളവരുടെ കലാപരിപാടികളോടൊപ്പം ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ അരങ്ങേറി. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജ് സ്റ്റാഫ് വെൽഫെയർ കമ്മിറ്റിയുടെയും കായ ചികിത്സാ വിഭാഗത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ചികിത്സയിലുള്ളവർക്കും കൂട്ടിരിപ്പുകാർക്കും മാനസികോല്ലാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഒപ്പം സായന സാന്ത്വന പരിപാടിയുടെ 7ാം ഭാഗം സംഘടിപ്പിച്ചത്. കോളേജിന്റെ സെമിനാർ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ കായ ചികിത്സാ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുനിൽ ജോൺ തൈക്കാട്ടിൽ ആമുഖ പ്രസംഗം നടത്തി. ഒരു ചെറിയ അസുഖം വന്നാൽ കഴിഞ്ഞു നമ്മുടെ അഹങ്കാരം തിരിച്ചറിയുകയും നമ്മൾ ഓരോരുത്തരും സമന്മാരാണെന്നും പരസ്പരം സഹായിച്ചാൽ തൊട്ടടുത്ത് കിടക്കുന്ന വയ്യാത്ത ഒരു ചേച്ചിയെ ഒരു കൈ പിടിച്ച് അടുത്ത ബാത്റൂം വരെ ഒന്ന് കൊണ്ടുപോകാൻ ഞാനുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ സഹായിക്കേണ്ട സന്ദർഭം എനിക്കും നമുക്ക് ഓരോരുത്തർക്കും എപ്പോൾ വേണമെങ്കിലും വരാം എന്നുള്ള തിരിച്ചറിവുള്ള ബോധ്യം വന്നാൽ ഒരു മനസ്സിനൊരു പരിവർത്തനം വരുന്ന ഒരു സ്റ്റേജാണ് നമ്മൾ ഇവിടെ ഈ ആശുപത്രികളിലൊക്കെ വന്ന് 1 മാസമോ 1.5 മാസമോ ഒക്കെ കിടന്നു പോകുന്നുണ്ടാവുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ രോഗം മാറുന്നുണ്ടാവുമായിരിക്കും. രോഗം മാറിയാലും മാറിയില്ലെങ്കിലും നമുക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന നമ്മുടെ മനസ്സിനെയാണ്. തുടർന്ന് ചികിത്സയിലുള്ളവരുടെയും മനോജ് കെ ദാസ്, ഡോക്ടർ ജസ്നി സജീവ് കുമാർ തുടങ്ങിയ ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ അരങ്ങേറി. നേത്ര സംരക്ഷണവും ആയുർവേദവും എന്ന വിഷയത്തിൽ ഡോക്ടർ ലെറ്റി ക്ലാസ് നയിച്ചു. ഡോക്ടർ കാർത്തിക ആങ്കറിംഗ് ചെയ്ത പരിപാടിയിൽ സംഹിത സിദ്ധാന്ത വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കെ എസ് സേതുരാജ് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൃപ്പൂണിത്തുറ. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.